മനുഷ്യജീവിതം എന്നത് സുഖദുഃഖ സമ്മിശ്രമായൊരു ജീവിതമാണ്. സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും അങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം കൂടിച്ചേരുന്നൊരു ജീവിതമാണ് മനുഷ്യജീവിതം. കുരുളിൻ്റെ താഴ്വരകളും പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥകളും ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അതിൻ്റെ നടുവിലും നമ്മോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 23-ാം അധ്യായം ഇതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വളരെ അനുഗ്രഹമേറിയൊരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഭക്തനായ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ ഇടയനായ ദൈവം കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നു പോയാലും, കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ ഞാൻ സഞ്ചരിച്ചാലും, ശ്രേഷ്ഠ ഇടയനായ വലിയ ഇടയനായ ആ നല്ല കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും. ദാവീദ് ഒരു ഇടയനാണ്. എന്നാൽ വലിയ ഇടയനായ ദൈവം തന്നെ സൂക്ഷിക്കുന്നതിനെ ഓർത്തുകൊണ്ട് താൻ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ദാവീദും ഒരു ഇടയനാണ്. തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ് ദാവീദ് തൻ്റെ ആടുകളെ പരിപാലിക്കുന്നത്. സിംഹങ്ങളോ കാട്ടുമൃഗങ്ങളോ ഒന്നും ഉപദ്രവിക്കാതെ വളരെ പരിപാവനമായ നിലയിൽ ആടുകളെ സൂക്ഷിക്കുന്നത് ദാവീദിന് മാതൃകയുള്ളതാണ്. അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ഈ ആടുകളെ പരിപാലിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലും തൻ്റെ ആടുകളെ തന്നേക്കാൾ ഉപരിയായി സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഓർത്തുകൊണ്ട് ഭക്തനായ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. കൂരിരുൾ താഴ്വരകളിൽ കൂടി നടന്നു പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എൻ്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ കൂരിരുളിൻ്റെ താഴ്വരകൾ ഇല്ലെന്നല്ല, കൂരിരുളിൻ്റെ താഴ്വരകളിൽ വരികയില്ലെന്നല്ല, കൂരിരുളിൻ്റെ താഴ്വരകളിൽ ഒരുപക്ഷെ വന്നാലും, പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥകൾ കടന്നു വന്നാലും, ഇരുട്ട് നിറഞ്ഞ അവസ്ഥകൾ കടന്നു വന്നാലും, വെല്ലുവിളികൾ നിറഞ്ഞ അവസ്ഥയിൽ കടന്നു വന്നാലും, അവിടെയെല്ലാം ഭക്തനോട് കൂടെയിരിക്കുന്ന ഒരു ദൈവവൈതലിനോട് കൂടെയിരിക്കുന്ന അപ്പനേക്കാൾ ഉപരിയായി, അമ്മയേക്കാൾ ഉപരിയായി, സഹോദരങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതാണ് ഒരു ദൈവഭക്തൻ്റെ ഉറപ്പ്, ഒരു ദൈവഭക്തൻ്റെ വിശ്വാസമെന്ന് പറയുന്നത്. തന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, 28-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ആരെല്ലാം നമ്മെ വിട്ട് കടന്നു പോയാലും, ആരെല്ലാം നമ്മെ വിട്ട് അകന്നു പോയാലും, ആരെല്ലാം നമ്മെ വിട്ട് മാറിക്കടന്നു പോയാലും, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ നമ്മെ കൈവിടുകയില്ല. നമുക്ക് മത്തായി സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നു, യേശു തൻ്റെ പുരുഷാരത്തെ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് യേശു തനിയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലയിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാരോട് പറഞ്ഞു, തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു പ്രാർത്ഥിക്കാൻ മലയിലിരിക്കുകയാണ്. ശിഷ്യന്മാർ പടകുമായി താൻ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന പടക് കരവിട്ട്
പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തിരകളാൽ വലഞ്ഞു. എന്നാൽ രാത്രിയിലെ 4-ാം യാമം, രാത്രി നമുക്കറിയാം, ഇരുട്ടായ സമയം, അന്ധകാരം നിറഞ്ഞ സമയം. ഒന്ന്, അവരുടെ കൂടെ യേശുവില്ല. യേശു അവരെ മാറി ദൂരത്താണ്. ഈ പടകിനകത്ത് ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായി ഈ പടകിനെ ആഞ്ഞടിക്കുന്നു. ഇതിനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ, ഈ പടക് ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ, ഒരു ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ കാറ്റ് പ്രതികൂലമായി ഇവരുടെ ജീവിത പടകിനെ നേരെ അടിച്ചു വരികയാണ്. ഇന്ന് പകൽക്കാലം പലപ്പോഴും ജീവിതത്തിൽ യാത്രകൾ സ്റ്റെപ്പ് വെച്ച് ഒരു കരയ്ക്കെത്തുവാൻ, മുന്നോട്ട് നീങ്ങുവാൻ ഒരു ലക്ഷ്യത്തിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലക്ഷ്യത്തിലെത്തുവാൻ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് രോഗങ്ങളാകാം, സാമ്പത്തിക കടഭാരങ്ങളാകാം, പല വിധത്തിലുള്ള പ്രതിസന്ധികളാകാം. മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ജീവിത പടകിലേക്ക് കാറ്റ് പ്രതികൂലമായി അടിക്കുമ്പോൾ, കാറ്റ് പ്രതികൂലമായി അടിച്ച് ഒരു വലയുന്ന അവസ്ഥ കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു രാത്രിയിലെ 4-ാം യാമത്തിൽ. 1-ാം യാമത്തിൽ കർത്താവ് വന്നില്ല, 2-ാം യാമത്തിലും കർത്താവ് വന്നില്ല, 3-ാം യാമത്തിലും കർത്താവ് വന്നില്ല. എന്നാൽ രാത്രിയിലെ 4-ാം യാമത്തിലേക്ക് അവൻ കടലിൽ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരുന്നു. കാരണം ഒന്ന്, ഈ പടകിനകത്ത് യേശുവില്ല യാത്രയിൽ ഇത് സഞ്ചരിക്കുമ്പോൾ. 2, കൂരിരുട്ട്. 3, കാറ്റിൻ്റെ പ്രതികൂലം. തിരകളാൽ അവർ വലഞ്ഞു. ലക്ഷ്യത്തിലെത്തിച്ചേരുമോ? ഇതിനകത്ത് അവർ തകർന്നു പോകുമോ? ഈ കടലിനകത്ത് അവർ നശിച്ചു പോകുമോ എന്ന് വല്ലാത്ത ഭീതി അവരുടെ ജീവിതത്തിലുണ്ടായി. എന്നാൽ രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ പേടിച്ച് നിലവിളിച്ചു. കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അവസ്ഥയാണ് കടന്നു വരുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. യേശു വെള്ളത്തിൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവർ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു. ഉടനെ യേശു കൈനീട്ടി അവരെ പിടിച്ചു. കാറ്റമർന്നു. പടകിലുള്ളവർ ദൈവോത്രൻ എന്ന് പറഞ്ഞ് നമസ്കരിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, കാറ്റും കോളും നമ്മുടെ ജീവിത പടകിലേക്ക് അടിച്ചു വരുമ്പോൾ, നമ്മൾ വായിച്ചതുപോലെ കൂരിരുളുടെ താഴ്വരയിൽ നമ്മളെ കൈവിടാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.